ഹായ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാ ഒരു 20 റുപ്പീസിൻ്റെ മിൽക്കി ബാറാണ് ആദ്യം ഞാൻ വാങ്ങിയത്. പിന്നെ ഇതാ ഒരു 40 റുപ്പീസിൻ്റെ ഡയറി മിൽക്ക് ഉണ്ട്. പിന്നെ ഇതൊരു 35 റുപ്പീസിൻ്റെ ഓറിയോ ബിസ്ക്കറ്റും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഇതിലോട്ടൊരു ഫ്രഷ് ക്രീമും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് 250 മില്ലിയാണ്, 68 റുപ്പീസ്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ, ബാക്കിയുള്ളത് നമുക്ക് പുഡിങ്ങോ മറ്റോ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലോട്ട് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ബൂസ്റ്റ് പൊടിയില്ലേ, ബൂസ്റ്റ് പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. 5 രൂപ വീതമുള്ള 2 ബൂസ്റ്റ് പൊടിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇങ്ങനൊരു പാത്രത്തിലാണ്. ഇത് വീട്ടിലുള്ള പഴയൊരു ചോറ് പാത്രമാണ്. ഇതിപ്പം ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഒരു പാത്രം കിട്ടണമെന്നേ ഉള്ളൂ. അതിപ്പം പുതിയതോ പഴയതോ എന്തോ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു പാത്രം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. നമുക്ക് സംഭവം സെറ്റായി കിട്ടിയാൽ പോരെ. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു സംഭവമല്ലേ, നമുക്ക് ഏത് പാത്രത്തിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 13 ബിസ്ക്കറ്റാണ്. അതിൽ നിന്നും 9 ബിസ്ക്കറ്റ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇട്ടിട്ട് നമ്മുടെ സാധാ ഗ്ലാസ്സില്ലേ, കുപ്പി ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ ഒരു 1/4 ഭാഗത്തോളം പാലും കൂടെ എടുത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ ബിസ്ക്കറ്റൊക്കെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഫൈനായിട്ട് കിട്ടണം. ഇതാ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കേ. ഇങ്ങനെയാണ് നമുക്ക് ഈ ബാറ്റർ ഉണ്ടാവേണ്ടത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതല്ലേ. കേക്ക് ഞാനിന്ന് ഗ്യാസുമേലാണ് ഉണ്ടാക്കുന്നത്. ഓവനൊന്നും ഇവിടെ ഇല്ല, അപ്പം ഗ്യാസുമേലാണ്. അപ്പം ആദ്യം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തന്നൊരു പാത്രമല്ലേ, ചോറ് പാത്രം, ആ പാത്രത്തിലോട്ട് കേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുക്കണേ. എന്നിട്ട് ഇതാ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വേണ്ട, 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഇത് വേവായി കിട്ടും. സിമ്മിലാണേ വേവിക്കേണ്ടത്. ഇതാ ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വേവായിക്കോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇറുക്കിലെടുത്ത് കുത്തിയതാണ് കേട്ടോ, 2 തുള കാണുന്നത്. ഇതാ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ടേ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് ഉള്ളത്. അതിലോട്ടൊരു അര ഗ്ലാസ് ഇല്ല, അതിലും താഴെ പാലെടുത്തിട്ട് പഞ്ചസാര മിക്സ് ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് അബ്സോർബ് ചെയ്തെടുത്തോട്ടെ. അപ്പോഴേക്കും നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ ഒന്ന് സെറ്റാക്കി വരാം. അതിനായിട്ട് ഇതാ ഒരു ഗ്ലാസ് പാല് ഇങ്ങനെ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, 9 ബിസ്ക്കറ്റിൽ എടുത്ത ബാക്കി ബിസ്ക്കറ്റില്ലേ 13 ബിസ്ക്കറ്റിൽ, അതും കൂടെ നല്ലോണം ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ടേ. ഇത് നല്ലോണം ഇങ്ങനെ മിക്സായി വന്നോട്ടെ. പാലിൻ്റെ അകത്ത് കിടന്നിട്ട് ഞാൻ ക്രീം മാറ്റിയിട്ടൊന്നുമില്ല, ക്രീമും ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് മിക്സായിട്ടേ വരുന്നുണ്ട്. ഫ്ലെയിം ശ്രദ്ധിച്ചോളണം, ലോ ഫ്ലെയിം മതി. പെട്ടെന്ന് അടി പിടിച്ച് പോകട്ടെ. അത് പെട്ടെന്ന് തിക്കായി വരുന്ന ഒരു സംഭവമാണ്. ഇതാ ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോകും, ടേസ്റ്റും മാറും. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇതാ ഏകദേശം അത് സെറ്റായി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് തിക്കാവട്ടെ. ഇതാ ഇതിപ്പോൾ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ടൊരു ഐറ്റം കൂടെ വേണം. അത് നമ്മളെടുത്ത ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ആ ഡയറി മിൽക്കിൽ നിന്ന് 2 പീസ് എടുത്ത് ഞാനിതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം 10 പീസാണ് ഉള്ളത്. അതിൽ നിന്ന് 2 പീസ് ഞാനിതാ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ചൂടായത് കൊണ്ട് പെട്ടെന്ന് ഡയറി മിൽക്കൊക്കെ മെൽറ്റ് ആവും കേട്ടോ. ഇതാ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. പിന്നെ നമുക്കിതിലോട്ട് നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ ആ കുപ്പി ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ക്രീം ഞാനിതിലോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം ഇങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കണേ. ഫ്ലെയിം തീരെ അധികമായി പോകണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇതാ ഇങ്ങനെ ഒരു കട്ടിക്കുള്ള ബാറ്ററിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിപ്പോൾ ഈ ചൂടോടെ കൂടെ തന്നെ നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അതാ ഞാൻ കേക്കിലോട്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തോട്ടും എത്തിക്കോട്ടെ കേട്ടോ. ഇതാ ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കും. ഇതിപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിൻ്റെ മേലെ ഇനിയും ലെയർ വരുന്നതാണ്. അപ്പം ഇതൊന്നൊരു സീനല്ല കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി വരണം. അപ്പോൾ അതാ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. നിങ്ങളതിൻ്റെ ചോട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 20-25 മിനിറ്റ് വരെ വെച്ചോട്ടോ. അപ്പോഴേക്കും നമുക്കിതിൻ്റെ 3rd ലെയർ സെറ്റാക്കണം. അത് ഞാനിപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതാ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, മിൽക്കി ബാർ, അത് മൊത്തമായിട്ടും പിന്നെ ഡയറി മിൽക്കിൽ നിന്നും ഒരു 3 പീസ് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്നും ആക്കാതെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഉരുകി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ക്രീമില്ലേ അതിൽ നിന്നും ഒരു 1/2 ഗ്ലാസ് ക്രീമും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇതാ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ. ആ ചൂട് തന്നെ മറ്റേ പാത്രം അതിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതാ ഇതിപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് ക്രീം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ടേ. ഇതാ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കട്ടയൊക്കെ കാണുന്നുണ്ട്. അതും കൂടി ഒന്ന് സെറ്റാക്കി എടുത്താൽ മതിയേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇത്തരം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നോക്കിയാൽ ക്രീം ജസ്റ്റ് ഒന്ന് തണിഞ്ഞപ്പോൾ ഞാൻ ആ കേക്കില്ലേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച് അതുമ്മലേക്ക് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇതൊന്ന് ടാപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കണം, 4th ലെയർ. അത് ഞാൻ ഡയറി മിൽക്ക് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും ഡബിൾ ബോയിൽഡ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെതാ പാത്രത്തിലോട്ട് ഡയറി മിൽക്ക് വെച്ചിട്ട് ഇതാ നല്ല ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കുറേ നേരം ഇളക്കിയപ്പോൾ എനിക്കിങ്ങനെ നല്ലോണം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതും ജസ്റ്റ് ഒന്ന് തടഞ്ഞതിന് ശേഷം നമുക്ക് ആ കേക്കില്ലേ അതിൻ്റെ 4th ലെയറായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ക്രീമിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇതാ ഞാനിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ ആക്കിയതാണെങ്കിൽ ഇത് ലാസ്റ്റ് നോക്കിയപ്പോൾ നല്ല നോക്കി ചിത്രം വരച്ചതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ നമ്മുടെ 4th ലെയർ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് 5ാമത്തെ ലെയർ നമ്മുടെ ബൂസ്റ്റ് പൊടി കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണണ്ടേ, കാണിച്ചു തരാം കേട്ടോ. ഞാനിതാ ബൂസ്റ്റിൻ്റെ പൊടി എടുത്തിട്ട് ഇതാ കവറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മൊത്തം ഇതാ ഇങ്ങനെ വതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ 5ാമത്തെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഇങ്ങനെ കേക്കിൻ്റെ മേലെ നല്ലോണം വെതറിയിട്ട് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് കറണ്ട് പോയപ്പം ഐസൊക്കെ ഉരുകി എൻ്റെ കേക്ക് മേലായി എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കിയാൽ എൻ്റെ മക്കളൊക്കെ ഇതാ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കേക്ക് തിന്നേണ്ട തിരക്കാണ് കേട്ടോ. എന്താ മക്കൾ 2 ആളും കൂടെ വാരിക്കോരി എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തിന്നിട്ട് വരാം. ബായ്.